എന്നിട്ട് അവിടെ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്നതുണ്ടോ, അത് ഞാൻ തന്നെയാണ്. മറ്റെങ്ങും അല്ല, ഇത് നമ്മുടെ കുടുംബക്ഷേത്രമാണ്. ശബരിമല റൂട്ടിൽ പോകുന്ന വഴിക്ക് കൂനങ്കര എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠ ശ്രീ ഭദ്രകാളി ദേവിയാണ്. ഒപ്പം യോഗീശ്വരനെയും നമ്മൾ കൂടി ഇരുത്തിയിട്ടുണ്ട്. ദേശദേവതയായി നാടിനെയും നമ്മളെയും കാത്തിരുളുന്ന ശ്രീ തോട്ടുങ്കൽ ഭദ്രകാളി അമ്മയുടെ തിരുവുത്സവ ചടങ്ങിനാണ് ഞാൻ പോയത്. പ്രശ്നം വെച്ചപ്പോൾ എല്ലാ മാസവും പോയ നാളിൽ ക്ഷേത്രപൂജ നടത്തണമെന്ന് അറിയിച്ചതിനെ തുടർന്ന് എല്ലാ മാസവും നടത്തുമെങ്കിലും എല്ലാ വർഷവും പോയ നാളിലാണ് എല്ലാ കുടുംബക്കാരും അവിടെ ഒത്തുകൂടി അന്നദാനമൊക്കെ നടത്തി. അതായത് നമുക്ക് റോഡിലല്ല ആ ക്ഷേത്രം, ശബരിമല പോകുന്ന റൂട്ടിൽ അല്പം റോഡിൽ നിന്ന് മുകളിലോട്ട് കയറി പോകണം. അപ്പോൾ താഴേന്നേ ഫുഡെല്ലാം കൊണ്ടുവന്ന് എല്ലാവരും ചുമ്മിക്കൊണ്ട് മുകളിലോട്ട് കയറി വരികയാണ്. ശബരിമല പോകുന്ന ഭക്തർ ഇവിടെ വന്ന് ദേവിയുടെ അടുത്ത് തൊഴുതിട്ട് പോകാറുമുണ്ട്. ഉദ്ദിഷ്ട കാര്യലബ്ധിക്ക് അപ്പൂപ്പനെ മുറുക്കാനെ കരിക്ക് മദ്യം ഒക്കെ വെച്ച് പ്രാർത്ഥിച്ച ആഗ്രഹം നടക്കുമെന്നാണ് എല്ലാവർക്കും നല്ല വിശ്വാസമാണ്. വിളിച്ചാൽ വിളിപ്പുറത്താണ്. നമ്മുടെ അപ്പൂപ്പനാണെങ്കിലും ദേവിയാണെങ്കിലും എന്ത് ആഗ്രഹം സാധിക്കണമെങ്കിലും നമ്മൾ വഴിപാട് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കാര്യം നടന്നിരിക്കും. അതുപോലെ നാഗദൈവങ്ങളെയൊക്കെ പ്രീതിപ്പെടുത്തി നൂറും പാലും ഒക്കെ കൊടുത്ത് അവിടെ പൂജകളൊക്കെ കഴിഞ്ഞു. നാഗദൈവങ്ങൾക്ക് നൂറും പാലും ഒക്കെ സമർപ്പിച്ച് അവരെ പ്രീതിപ്പെടുത്തി. പണ്ട് മുതലേ പ്രശ്നം വെച്ചപ്പോൾ നാഗദൈവങ്ങളും അപ്പൂപ്പനും എല്ലാം അവിടെ കുടിയിരുത്തിയിട്ടുണ്ടെന്നാണ്. ഇത് ദേശത്തിൻ്റെ തന്നെ ഒരു അമ്പലമായി മാറിയിരിക്കുകയാണ്. എല്ലാവരും വന്ന് ഇവിടെ തൊഴുകയും പ്രാർത്ഥിച്ച് എല്ലാവരുടെയും സകല കാര്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്നതാണ്. അപ്പൂപ്പന് നമുക്ക് ഉദ്ദിഷ്ട കാര്യലബ്ധിക്ക് മുറുക്കാനേയും കരിക്കയും മദ്യമൊക്കെ വെച്ച് പ്രാർത്ഥിച്ച നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എല്ലാം നടക്കും. നമുക്ക് ഉറപ്പുള്ള കാര്യമാണത്. ഇപ്പം കരിക്കടിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കി അവിടെ തിരുമേനി പറയും. എല്ലാ വർഷവും പോയ നാളിൽ നടത്തുന്നതുകൊണ്ട് എല്ലാ കുടുംബക്കാരും അന്നേ ദിവസം സംഗമിക്കുന്നതാണ്. എല്ലാവർക്കും വളരെ സന്തോഷമാണ്. എല്ലാവരും